We are going to learn English. Okay? All of you take your textbook, page number 11. Okay? Textbook page number 11 എടുത്തോ. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പോയം പഠിച്ചിരുന്നല്ലേ? പഠിച്ചില്ലേ? പഠിച്ചു. ഇന്ന് നമ്മൾ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കേ, സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ്? ഒരു സ്റ്റോറിയാണ്. ഓക്കേ, എന്താ സ്റ്റോറിയുടെ നെയിം? എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. എന്താ സ്റ്റോറിയുടെ നെയിം? The story of Robin Hood. അല്ലേ? എന്താണ് സ്റ്റോറിയുടെ നെയിം? The story of Robin Hood. ഓക്കേ, അപ്പോൾ റോബിൻ ഹുഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ആരെക്കുറിച്ചിട്ടാണ്? റോബിൻ ഹുഡ്. ഓക്കേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കേ, അപ്പോൾ നോക്കിക്കേ, ടീച്ചർ കുറച്ച് സിറ്റുവേഷൻസ് പറയാം. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോടുള്ള എന്താണ് ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കാം എന്നുള്ളത് എല്ലാവരും പറയാം. നോക്കിക്കേ, ടീച്ചർ റീഡ് ചെയ്യാം. നോക്കിക്കേ, a classmate of yours is taller and stronger than you. He bullies you every now and then. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ക്ലാസ്മേറ്റ് അല്ലേ, നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, നിങ്ങളെക്കാളും ശക്തനും സ്ട്രോങ്ങും ആയിട്ടുള്ള ഒരു കുട്ടി നിങ്ങളെ എപ്പോഴും എന്ത് ചെയ്യുന്നു? ഓരോന്ന് പറയുകയും കണ്ടറിയുകയും ഒക്കെ ചെയ്യുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായിരിക്കാം ചെയ്യുക? ആ കുട്ടിയോട് എങ്ങനെയായിരിക്കാം നിങ്ങൾ പെരുമാറുക? ഓക്കെ, സെക്കൻഡ് വൺ നോക്കിക്കേ. A classmate of yours had falsely accused you for the loss of his storybook. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി കുട്ടിയുടെ എന്ത് നഷ്ടപ്പെട്ടു? ഒരു സ്റ്റോറി ബുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ സ്റ്റോറി ബുക്ക് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളാണ് അത് എടുത്തത് എന്ന് എന്ത് പറയുന്നു? കളവ് പറയുന്നു അല്ലേ? അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക? നോക്കിക്കേ, you find some children in your colony throwing stones at a stray puppy. അല്ലേ, നിങ്ങളുടെ കോളനിയിൽ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുകയാണ്? ഒരു ബേബി അല്ലേ, പപ്പി ഡോഗിനെ എന്ത് ചെയ്യുകയാണ്? കല്ലെറിയുന്നു അല്ലേ? ഇപ്പൊ കല്ലെറിയുന്നത് നിങ്ങൾ കണ്ടു. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ അതിനെ കല്ലെറിയുകയും ചെയ്യുമോ? അത് എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഓക്കെ, ഫോട്ടോ നോക്കിക്കേ. A senior in your school has parked his bicycle in the parking lot allotted to you and refuses to move it. എന്താ പറയുന്നത്? നിങ്ങളുടെ സ്കൂളിലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ്, നിങ്ങളെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരു കുട്ടി നിങ്ങളുടെ സ്കൂളിൽ ബൈസൈക്കിൾ ഒക്കെ വെക്കാനായിട്ട് അലോട്ട് ചെയ്തേക്കുന്ന, അതായത് പാർക്ക് ചെയ്യാൻ ഉള്ള സ്പേസ് ഉണ്ട്, അവിടെ വെക്കാതെ അലോട്ട് ചെയ്യാത്ത ഒരു പ്ലേസിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ബൈസൈക്കിൾ കൊണ്ട് പാർക്ക് ചെയ്യുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചെയ്യുക? എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക? Okay. Fifth one again. A student in your class is cheating in his exams and you have noticed him doing it quite frequently. Hey, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റ് എക്സാം ടൈമിൽ എന്ത് ചെയ്യുന്നു? ചീറ്റിംഗ് കാണിക്കുന്നു അല്ലേ? കളവ് കാണിക്കുന്നു. എക്സാം റൈറ്റിംഗ് എന്ത് കാണിക്കുന്നു? കളവ് കാണിക്കുന്നു. നിങ്ങൾ കുറേ പ്രാവശ്യമായി കണ്ടു അല്ലേ? അപ്പം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കണം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്തായിരിക്കാം ചെയ്യുന്നത് അല്ലേ? ഇത്രയും സിറ്റുവേഷൻസ് ടീച്ചർ പറഞ്ഞു അല്ലേ? ഇപ്പൊ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന എന്താണ് പ്രതികരണം അല്ലേ? എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചത് ഡിഫറെന്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റോബിൻ ഹുഡിന്റെ സ്റ്റോറിയും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഓരോരോ പ്രശ്നത്തില് നമ്മൾ റോബിൻ ഹുഡ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? ആ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. എന്താണ് ചാപ്റ്റർ നെയിം പറഞ്ഞേ? The story of Robin Hood. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ റോബിൻ ഹുഡിന്റെ സ്റ്റോറി ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ. This story dates back to the time when King Henry II ruled over England. During this time, in the greenwood of Sherwood near Nottingham town lived the famous outlaw Robin Hood. He was such a good actor that no other actor of his
his caliber could compete with him Arthur. Robin Hood lived with about 140 yeomen. They roamed in the forest and lived a merry life. They passed their time in games of archery or wrestling with their clubs. They ate venison and drank ale. They did not care about anything else and did not want much. They were happy with their lives. എന്താ നമ്മൾ റോബിൻ ഹുഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. This story dates back to the time when King Henry II ruled over England. അല്ലേ, അതായത് നമ്മുടെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന കിങ് ഹെൻറി രണ്ടാമന്റെ അല്ലെ കിങ് ഹെൻറി സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ റോബിൻ ഹുഡിന്റെ ഈ സ്റ്റോറി നടക്കുന്നത്. During this time in the greenwood of Sherwood near Nottingham town lived the famous outlaw Robin Hood. അല്ലേ, ഈ ഒരു കിങ്ങിന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ റോബിൻ ഹുഡ് അല്ലേ നമ്മുടെ ഇംഗ്ലണ്ടിലെ ഒരു സിറ്റിയായ നോട്ടിംഗ്ഹാമില് ജീവിച്ചിരുന്നത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് പറഞ്ഞത് ഫേമസ് ഔട്ട്ലോ റോബിൻ ഹുഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഔട്ട്ലോയുടെ മീനിങ് എന്താണ്? ഔട്ട്ലോ നോക്കിക്കേ, someone who has broken the law and is hiding to avoid punishment. അല്ലേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? someone who has broken the law and is hiding to avoid punishment. അല്ലേ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഇവിടെ താമസിക്കുന്ന ടൈമിലായാലും ഓരോരോ റൂൾസും കാര്യങ്ങളും ഉണ്ട് അല്ലേ, ലോസും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് എന്തായിരുന്നു കിങ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഭരിച്ചിരുന്നത് അല്ലേ. അപ്പൊ അവർക്ക് എന്താണ് കുറെ റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അതൊക്കെ പാലിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ജനങ്ങള് താമസിച്ചിരുന്നത്. അപ്പോ നമ്മുടെ ഈ കിങ് ഹെൻറി സെക്കൻഡ് റൂളർ അല്ലേ നമ്മുടെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന കാലത്ത് ആരുണ്ടായിരുന്നു? നമ്മുടെ റോബിൻ ഹുഡ് ഉണ്ടായിരുന്നു. റോബിൻ ഹുഡ് എങ്ങനെയായിരുന്നു? അവിടുത്തെ നിയമങ്ങളോ കാര്യങ്ങളോ എന്ത് ചെയ്തിരുന്നില്ല, അനുസരിക്കാത്ത ഒരു പേഴ്സണായിരുന്നു. He was such a good archer that no other archer of his caliber could compete with him Arthur. ഇദ്ദേഹം എന്ന് പറയുന്നത് നല്ലൊരു വില്ലാളിയായിരുന്നു അല്ലേ. മറ്റ് ആരെക്കാളും നല്ല കഴിവുള്ള കാലിബർ എന്ന് വെച്ചാൽ എന്താണ്? ലെവൽ ഓഫ് എക്സലൻസ് ഓർ സ്കിൽ, അതാണ് എന്ന് പറയുന്നത് കാലിബർ എന്ന് പറയുന്നത്. മറ്റൊരാളെക്കാളും നല്ല കഴിവുള്ള നല്ലൊരു വില്ലാളിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരൊരു വില്ലാളിയായിരുന്നു? ആരെന്ന് പറയുന്നത് നമ്മുടെ റോബിൻ ഹുഡ് എന്ന് പറയുന്നത് അല്ലേ. ആർക്കറിയില് അല്ലേ നമ്മുടെ അമ്പെയ്ത്ത് മത്സരത്തിലെല്ലാം നല്ലൊരു വ്യക്തിയായിരുന്നു അല്ലെ. നല്ല രീതിയിൽ നല്ല കഴിവുള്ള ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ റോബിൻ ഹുഡ് എന്ന് പറയുന്നത്. ഓക്കേ, റോബിൻ ഹുഡ് lived with about 140 yeomen. റോബിൻ ഹുഡ് എന്ന് പറയുന്നത് 140 വർഷത്തോളം കാലം ഒരു യോമാനായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. എന്താണ് യോമാന്റെ മീനിങ് അറിയാമോ? എന്താ യോമാൻ? A farmer with a small piece of land. അല്ലേ, ഒരു ഫാർമറാണ്, കുറച്ച് കൃഷിഭൂമി മാത്രമുള്ള ഒരു ഫാർമറിനെയാണ് നമ്മൾ യോമാൻ എന്ന് വിളിക്കുക അല്ലേ. അദ്ദേഹം ഒരു 140 വർഷത്തോളം ഇവിടെ താമസിച്ചിരുന്നു, നമ്മുടെ ഈ റോബിൻ ഹുഡ് താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. They roamed in the forest and lived a merry life. അല്ലേ, അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നത്? ഒരു കാട്ടിലാണ്, ഫോറസ്റ്റിലാണ്. അദ്ദേഹം നല്ല രീതിയിൽ സന്തോഷത്തോടെയാണ് അവിടെ താമസിച്ചത്. games of archery or wrestling with their clubs. അദ്ദേഹം അദ്ദേഹത്തിന്റെ ടൈം ഒക്കെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കറി ഗെയിംസിലും അതോടൊപ്പം തന്നെ റെസ്ലിംഗിലും ഒക്കെ ക്ലബുകളിൽ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം അതിന്റെ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. They ate venison and drank ale. അദ്ദേഹം venison മീനിങ് എന്താണെന്ന് അറിയാമോ? മീറ്റ് ഓഫ് ഡീർ. venison എന്താണ്? മീറ്റ് ഓഫ് ഡീർ. അദ്ദേഹം ഡീറിന്റെ മീറ്റും അതോടൊപ്പം തന്നെ എന്താണ് ale എന്ന് പറയുന്നത്. ale എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരുതരം മദ്യമാണ്. ഓക്കെ, അപ്പോ അതുമൊക്കെയാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. They did not care about anything else and did not want too much. They were happy with their lives. അദ്ദേഹം മറ്റു ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ രീതിയിൽ സന്തോഷത്തോടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഔട്ട്ലോ ആയിരുന്നു അല്ലെ. നിയമങ്ങളോ കാര്യങ്ങളൊന്നും അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Not only Robin but also his men were outlaws and
Robin Hood and were never sent back empty-handed. Okay, നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ റോബിനും അദ്ദേഹത്തിന് കുറച്ച് ആളുകളും ഉണ്ട്, ഇതുപോലെ ഔട്ട്ലോസ് ആയിട്ടുള്ള കുറച്ച് ആളുകളും ആ രാജ്യത്തിലെ മറ്റുള്ള ആളുകളിൽ നിന്നും മാറിയാണ് എന്ത് ചെയ്തിരുന്നത്, താമസിച്ചിരുന്നത്. കാരണം എന്താണ്, അവർ അവിടുത്തെ നിയമങ്ങളോ കാര്യങ്ങളോ എന്ത് ചെയ്യുന്നത്, ഒബേ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആ കൺട്രിയിലുള്ള മറ്റു പീപ്പിൾസിൽ നിന്നും മാറിയാണ് അവർ എന്ത് ചെയ്തിരുന്നത്, താമസിച്ചിരുന്നത്. Instead of being outlaws, they were loved by the country people, for whenever they were in need of any help, they would come to Robin Hood and were never sent back empty-handed. പക്ഷെ ഔട്ട്ലോസ് ആയിരുന്നെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾക്ക് റോബിൻ ഹുഡിനെ എന്താണോ വളരെ ഇഷ്ടമായിരുന്നു. കാരണം എന്താണ്, നമ്മുടെ റോബിൻ ഹുഡിന്റെ അടുത്തേക്ക് സഹായവുമായി എത്തുന്നവരെ ഒരിക്കലും എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് അല്ലെ ഒരിക്കലും നമ്മുടെ റോബിൻ ഹുഡ് കൈയൊഴുകിയില്ലായിരുന്നു. അവർ എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ട് റോബിൻ ഹുഡിന്റെ അടുത്ത് വന്നാലും നമ്മുടെ റോബിൻ ഹുഡ് എന്ത് ചെയ്യുമായിരുന്നു, ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് റോബിൻ ഹുഡിനെ എന്താണ് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ഔട്ട്ലോ ആയിരുന്നെങ്കിൽ പോലും അവിടുത്തെ ആളുകൾക്ക് നമ്മുടെ റോബിൻ ഹുഡിനെ വളരെ ഇഷ്ടമായിരുന്നു. Wouldn't it be interesting to know how such a good man as Robin Hood became an outlaw? Let's read his story. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോ ഇത്രയും വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റോബിൻ ഹുഡ് എന്ന് പറയുന്ന നല്ലൊരു വ്യക്തി തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു ഔട്ട്ലോ ആയി മാറിയത്? എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ആളുകൾക്ക് എല്ലാവർക്കും നമ്മുടെ റോബിൻ ഹുഡിനെ ഇഷ്ടമാണ്. പക്ഷെ എങ്ങനെയായിരിക്കും അദ്ദേഹം ഒരു ഔട്ട്ലോ ആയത്? അതിനൊരു റീസൺ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എന്താണ് എന്ന് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ നോക്കാം. നോക്കിക്കേ, this story took place when Robin was 18 years old. He was a very strong boy and bold at heart. One day, the sheriff of Nottingham called for a shooting match and offered a prize of a big cask of ale to the man who would shoot the best arrow in Nottinghamshire. എന്താ പറഞ്ഞിരിക്കുന്നത്? This story took place when Robin was 18 years old. ഈ ഒരു സ്റ്റോറി ആരംഭിക്കുന്നത് നമ്മുടെ റോബിൻ ഹുഡിന് 18 ഇയേഴ്സ് അല്ലേ 18 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ കഥ ആരംഭിക്കുന്നത്. നോക്കിക്കേ, he was a very strong boy and bold at heart. അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബലവാനും ധൈര്യശാലിയും ധീരനുമായ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ റോബിൻ ഹുഡ് എന്ന് പറയുന്നത്. One day, the sheriff of Nottingham called for a shooting match and offered a prize of big cask of ale to the man who would shoot the best arrow in Nottinghamshire. അപ്പോൾ നമ്മുടെ നോട്ടിംഗ്ഹാമിലെ ഷെറിഫ് ഒരു വെച്ചു എന്താണ് ഒരു ഷൂട്ടിംഗ് മാച്ച് വെച്ചു. ഓക്കെ, അപ്പൊ ആ ഷൂട്ടിംഗ് മാച്ചിൽ വിജയിക്കുന്ന ആൾക്ക് നല്ല ബിഗ് കാസ്ക് ഓഫ് എയിൽ പ്രൈസ് ആയിട്ട് അല്ലെ ഒരു എന്താണ് ആൽക്കഹോളിക് ഡ്രിങ്ക് അല്ലെ എന്താണ് ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ്. നല്ല രീതിയിൽ വിൻ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് ആ മാച്ചിൽ വിൻ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ഓഫർ നൽകി. എന്താണ് ഒരു ബിഗ് കാസ്ക് ഓഫ് എയിൽ നൽകുമെന്ന് നോട്ടിംഗ്ഹാമിലെ ഷെറിഫ് ഓഫർ ചെയ്തു. നോക്കിക്കേ, when Robin heard of this match, he said to himself, "I too shall go for this match. I shall draw the string of my bow and send my arrow shooting to the farthest possible place and win myself the prize." Saying so, he picked up his bow and arrows and started off from Locksley town through Sherwood Forest to reach Nottingham. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഈ നോട്ടിംഗ്ഹാമിൽ ഇങ്ങനെ ഒരു മാച്ച് നടക്കുന്ന കാര്യം ആര് കേട്ടു? നമ്മുടെ റോബിൻ ഹുഡ് കേട്ടു അല്ലേ. When Robin heard of this match, he said to himself, അല്ലേ അദ്ദേഹം ഈ ഒരു മാച്ചിനെ കുറിച്ച് കേൾക്കുകയും സ്വയമായി എന്ന് പറയുകയും ചെയ്തു, I too shall go for this match. ഞാനും ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട് പോകും. I shall draw the string of my bow and send my arrows shooting to the farthest possible place and win myself the prize. ഞാനും ഈ മത്സരത്തിൽ പോയി പങ്കെടുത്ത് വിൻ ചെയ്യും. നല്ല പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ തന്നെ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ ആ പ്രൈസ് കരസ്ഥമാക്കുമെന്ന് നമ്മുടെ റോബിൻ ഹുഡ് പറഞ്ഞു. Saying so, he picked up his bow and arrows and started off from Locksley town through Sherwood Forest to reach Nottingham. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ തന്റെ ആരോയും ബോയും എടുത്ത് എങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങി? നോട്ടിംഗ്ഹാമിലേക്ക് അല്ലെ ആ മാച്ചിൽ വിൻ ചെയ്യാൻ
ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബോയും ആരവും എടുത്ത് യാത്ര പുറപ്പെടാനായിട്ട് തുടങ്ങി. ഇതുവഴിയാണ് അദ്ദേഹം പോയത് ഷെർവുഡ് ഫോറസ്റ്റ് വഴിയാണ് ഈ നോട്ടിംഗ്ഹാമിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ആ വഴിയിലൂടെയാണ് നോട്ടിംഗ്ഹാമിലേക്ക് നമ്മുടെ റോബിൻ ഹുഡ് യാത്രയായത്. നോക്കിക്കേ, it was the time of the year when Sherwood Forest was beaming with activities. Green plants grew everywhere. Flowers like daisies grew in the meadows. Yellow cuckoo, buds and primroses grew on the hedges. Buds blossomed on the apple trees. The sweet birds, the larks, the cuckoos all sang beautiful songs. Busy housewives washed their linen and spread it on the green grass. Girls and boys enjoyed themselves. Such was the scene at Greenwood when Robin walked on the path amidst all these activities. It was the time of the year when Sherwood Forest was beaming with activities. It was the time of the year when Sherwood Forest was beaming with activities. ഷെർവുഡ് ഫോറസ്റ്റിലൂടെയാണ് നമ്മുടെ റോബിൻ ഹുഡ് യാത്ര പോയതെന്ന് പറഞ്ഞു അല്ലേ. ആ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കുന്ന ഒരു ടൈം ആയിരുന്നു കേട്ടോ. ഗ്രീൻ പ്ലാന്റ്സ് ഗ്രൂ എവരിവെയർ, എല്ലായിടത്തും ഗ്രീൻ പ്ലാന്റ്സ് നിലനിൽക്കുന്നു. പിന്നെയോ ഫ്ലവേഴ്സ് ലൈക്ക് ഡെയ്സീസ് ഗ്രോ ഇൻ ദ മെഡോസ്, അല്ലേ, പുൽമേടുകളിലെല്ലാം ഡെയ്സി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. പിന്നെയോ യെല്ലോ കുക്കു ബഡ്സ് and primroses grew on the hedges. എല്ലായിടത്തും പൂക്കളും ചെടികളും ഒക്കെ വിടർന്ന് നല്ല ഭംഗിക്ക് നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഫോറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു. Buds blossomed in the apple trees. ആപ്പിൾ ട്രീസിൽ പൊട്ടുകൾ ഉണ്ടാകുന്നു. പിന്നെയോ the sweet birds, the larks, the cuckoos all sang beautiful songs. അല്ലേ, നമുക്കറിയാം പൂക്കളൊക്കെ ഉള്ളിടത്ത് എന്താണ് പക്ഷികളും എല്ലാം വരും നമുക്കറിയാം അല്ലേ. അപ്പൊ അവിടെ എന്താണ് എല്ലാ കിളികളുടെ കിളിനാദവും എല്ലാം കേൾക്കുന്ന ഒരു ടൈം ആയിരുന്നു. Busy housewives washed their linen and spread it on the green grass. അല്ലേ, അതായത് വീടുകളിലെ ബിസിയായ വുമൻസ് എന്ത് ചെയ്യുമായിരുന്നു, തുണികൾ എന്ത് ചെയ്ത് അലക്കിയതിനു ശേഷം ഈ ഗ്രീൻ ഗ്രാസിന്റെ മുകളിലായിട്ടാണ് അവർ അലക്കിയ തുണികൾ എന്ത് ചെയ്തിരുന്നത്, ഉണക്കിയിരുന്നത്. Girls and boys enjoyed themselves. അല്ലേ, അവിടുത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം വളരെയധികം സന്തോഷിച്ച് അവര് അവിടെ കളിക്കുമായിരുന്നു അല്ലേ. Such was the scene at Greenwood when Robin walked on path amidst all these activities. അല്ലേ, ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ റോബിൻ ഹുഡ് ആ ഫോറസ്റ്റിലൂടെ എങ്ങോട്ടേക്ക് പോകുന്നത്, നോട്ടിംഗ്ഹാമിലേക്ക് പോകുന്നത് അല്ലേ. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ്. amidstന്റെ മീനിങ് എന്താണ്, in the middle of, അല്ലേ, ആ ഫോറസ്റ്റിന്റെ പാതയിലൂടെ നടുക്കൂടെയാണ് അദ്ദേഹം നോട്ടിംഗ്ഹാമിലേക്ക് നമ്മുടെ ഈ ഒരു ഷൂട്ടിംഗ് മാച്ചിലേക്ക് പങ്കെടുക്കാനായിട്ട് നമ്മുടെ റോബിൻ ഹുഡ് യാത്രയാവുന്നത്. നോക്കിക്കേ, thus he walked with brisk and gay steps when he came upon some foresters sitting under the big oak tree. There were 15 of them in all, and they were enjoying themselves feasting on a pie and drinking ale. Each of these men were clad in green clothes. It was a happy scene to behold. On seeing Robin, one of them shouted out to him, "Hello, where are you going, little boy? Get sheep, bow and arrows." എന്താണ് നമ്മൾ പറഞ്ഞു, റോബിൻ ഹുഡ് ഇങ്ങോട്ടേക്ക് പോവുകയാണ്, നോട്ടിംഗ്ഹാമിലേക്ക് പോവുകയാണല്ലേ. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ റോബിൻ ഹുഡ് ഇങ്ങനെ യാത്ര നടന്നു പോകുന്ന ഒരു ടൈമില് അവിടെ എന്താണ് നമുക്കറിയാം, ഫോറസ്റ്റിലൂടെയാണ് പോയത് അല്ലേ. അവിടെ എന്തുണ്ട്, ഫോറസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, വനപാലകരുണ്ടല്ലേ, ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗാർഡ്സ് ഉണ്ടല്ലേ, ഫോറസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോ അവര് എന്താണ് എവിടെയാണ് ഇരിക്കുന്നത്, ഒരു ബിഗ് ഓക്ക് ട്രീയുടെ അണ്ടറിലായിട്ടാണ്, താഴെയായിട്ടാണ് ഈ ഫോറസ്റ്റേഴ്സ് ഇരിക്കുന്നത്. There were 15 of them in all. അവർ മൊത്തത്തിൽ എത്ര പേരുണ്ട്, 15 ഫോറസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. And they were enjoying themselves feasting on a pie and drinking ale. അവരും അവിടെ എന്താണ് ആഘോഷത്തിലാണ്, അവരും എന്ത് കഴിക്കുന്നുണ്ട്, an alcoholic drink കഴിക്കുന്നുണ്ട്. Okay, each of these men were clad in green clothes. അതിലെ എല്ലാ ആൾക്കാരും എന്താണ് ധരിച്ചിരുന്നത്, ഗ്രീൻ കളേർഡ് ക്ലോത്ത്സ് ആയിരുന്നു ധരിച്ചിരുന്നത്. These men were clad in green clothes. അല്ലേ, അവിടെയുള്ള ആളുകളെല്ലാം എന്ത് കളർ ഡ്രസ്സാണ് ധരിച്ചിരുന്നത്, ഗ്രീൻ കളേർഡ് ഡ്രസ് ആയിരുന്നു ധരിച്ചിരുന്നത്. ക്ലാഡിന്റെ മീനിങ് എന്താണ്, ഡ്രസ്ഡ്. എന്താണ് ക്ലാഡിന്റെ മീനിങ്, ഡ്രസ്ഡ്. It was a happy scene to behold. അല്ലേ, അത് കാണുമ്പോൾ
bow and arrows. അപ്പോൾ നമ്മുടെ ഈ ഗാർഡ്സ് അല്ലേ, നമ്മുടെ ഈ ഫോറസ്റ്റേഴ്സ് നമ്മുടെ റോബിനെ കണ്ടു. അപ്പോൾ അതിൽ ഒരാള് നമ്മുടെ റോബിനോട് ചോദിക്കുകയാണ്, ഹലോ, where are you going little boy? നീ എങ്ങോട്ടേക്കാണ് കുട്ടി പോകുന്നത്? with the sheep, bow and arrows. നിന്റെ ഈ ചീപ്പായിട്ടുള്ള അല്ലേ നല്ലതല്ലാത്ത ഈ ബോയും അമ്പും എടുത്തുകൊണ്ട് നീ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്ന് നമ്മുടെ ഫോറസ്റ്റേഴ്സിൽ ഒരാള് നമ്മുടെ റോബിൻ ഹുഡിനോട് ചോദിച്ചു. These insulting words brought a red flash of anger to his face. He had never been taunted like this before. Yet not showing his annoyance, he replied to them, well, with this bow and arrows of mine, which are as good as anybody else's, I am going to participate in the shooting match at Nottingham Town. I will compete with the other yeoman for a prize of 8. എന്താ പറഞ്ഞത്? നമ്മുടെ ഈ ഫോറസ്റ്റിലുള്ള ഒരാള് നമ്മുടെ റോബിൻ ഹുഡിനോട് ചോദിച്ചു, നീ എങ്ങോട്ടേക്കാണ് ഈ ഷീപ്പായിട്ടുള്ള ഈ ബോയും ആരോ എടുത്തുകൊണ്ട് നീ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ insulting words brought a red flash of anger to his face. അല്ലേ, ഈ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള വേർഡ്സ് നമ്മുടെ റോബിൻ ഹുഡിന്റെ വളരെ അധികം ദേഷ്യം ഉണ്ടാക്കി അല്ലേ. അദ്ദേഹത്തിന്റെ മുഖം എന്ത് ചെയ്തു? ചുവന്നു അല്ലേ. തന്നെ ബോയും ആരും കൊള്ളില്ല എന്നൊരാൾ പറഞ്ഞപ്പോ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് നമ്മുടെ റോബിൻ ഹുഡിന് ഫീൽ ചെയ്തു. He had never been taunted like this before. ഇതുപോലെ ഒരു കാര്യം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കളിയാക്കിയ ഒരു കാര്യം ഇതുവരെ നമ്മുടെ റോബിൻ ഹുഡ് കേട്ടിട്ടേയില്ല. ഇതുപോലെ വിഷമിപ്പിച്ച ഒരു കാര്യം ഇതുവരെ കേട്ടിട്ടില്ല. Yet not showing his annoyance, he replied to them, well, with this bow and arrows of mine. അല്ലേ, പക്ഷെ ആ ഒരു ദേഷ്യമോ കാര്യമോ അല്ലെങ്കിൽ പരിഭവോ ഒന്നും ഈ വനപാലകരോട് അല്ലെ ഫോറസ്റ്റേഴ്സോട് നമ്മുടെ റോബിൻ ഹുഡ് കാണിച്ചില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, well, with this bow and arrows of mine, ഇത് നല്ലത് തന്നെയാണ്, ഈ ബോയും ആരോയും എന്റേത് തന്നെയാണ്, ഇത് നല്ല ബോയും ആരോയും തന്നെയുമാണ്. which are as good as anybody else's, മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്റേത് തന്നെയാണ്. I am going to participate in the shooting match at Nottingham Town. ഞാൻ നോട്ടിംഗ്ഹാം ടൗണിൽ ഷൂട്ടിംഗ് മാച്ചിന് വേണ്ടിയിട്ട് പോവുകയാണ്. I will compete with the other yeoman for a prize of 8. മറ്റൊരു യോമാനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അവിടെ പ്രൈസ് ആയിട്ട് എന്ത് ലഭിക്കുന്നുണ്ട്? 7 ലഭിക്കുന്നുണ്ട് അല്ലേ. ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ബോയും ആരോയും നല്ലത് തന്നെയാണ്, ഞാൻ അവിടുത്തെ ഷൂട്ടിംഗ് മാച്ചിന് വേണ്ടിയിട്ട് പോവുകയാണെന്ന് നമ്മുടെ റോബിൻ ഹുഡ് ഫോറസ്റ്റേഴ്സിനോട് പറഞ്ഞു. Hearing this, one of them jailed Robin and said to his friends, listen to this lad. He is hardly out of his cradle and he dreams of competing with the fine archers of Nottingham. Why it hardly looks like he could shoot an arrow. So, അത് കേട്ടിട്ട് നമ്മുടെ അതിലെ ഒരാള് അല്ലേ ഫോറസ്റ്റേഴ്സിലെ ഒരാള് എന്ത് ചെയ്യുകയാണ്? jail, taunted. എന്താണ് jailന്റെ മീനിങ്? taunted. ഓക്കേ, എന്താണ്? വെല്ലുവിളിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ റോബിൻ ഹുഡ് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഷൂട്ടിംഗ് മാച്ചിന് വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിലൊരാള് നമ്മുടെ റോബിൻ ഹുഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇത് കേട്ടോ? ഈ കുട്ടി എന്താ പറയുന്നത്? He is hardly out of his cradle and he dreams of competing with the fine archers of Nottingham. നോട്ടിംഗ്ഹാമിലെ നല്ല മികച്ച എന്താണ് ആർക്കേഴ്സുമായിട്ട് മാച്ചിന് വേണ്ടിയിട്ട് പോവുകയാണെന്ന് അവൻ സ്വപ്നം പറയല്ലേ. ഡ്രീമാണ്, അവന്റെ സ്വപ്നങ്ങളും കാര്യങ്ങളുമാണ് അവൻ പറയുന്നത്. ഇത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു. Why it hardly looks like he could shoot an arrow. ഇവനാണോ അമ്പയ്യാനായിട്ട് പോകുന്നത്? അവിടെ നല്ല ആളുകളുണ്ട്, നല്ല ആക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. Hearing this, Robin challenged them and said that he was a much better shot than any of them. At this, the men started to make fun of him and told him that he was good at boasting and that his words were as empty as a shot with his arrow. Robin challenged them and said that he was a much better shot than any of them. മറ്റുള്ളവരാരെക്കാളും നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞു, ചലഞ്ച് ചെയ്തു. At this, the men started to make fun of him and told him that he was a good at boasting and that his words were as empty as his shot with his arrow. അപ്പോ മറ്റുള്ളവരാരെക്കാളും നന്നായി ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് അറിയാമെന്ന് നമ്മുടെ റോബിൻ ഹുഡ് പറഞ്ഞപ്പോ അതിലുള്ള ആൾ പറയുകയാണ്, അവൻ സ്വയം പ്രശംസിക്കുന്നതിൽ
അവൻ നല്ലവനാണ്, അവൻ നല്ല കാര്യമാണ്, അവന് നല്ല രീതിയിൽ ചെയ്യാൻ അറിയുമെന്ന് സ്വയം പ്രശംസ പറയുകയാണ്. അവന്റെ ഈ വാക്കുകൾ എന്തുപോലെയാണെന്നാണ് പറയുന്നത്? വെടിവെച്ച പോലെയാണ്, ശൂന്യമാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, അവൻ സ്വയം പ്രശംസ പറയുകയാണ് എന്ന് അതിലുള്ള ഒരു ഫോറസ്റ്റർ പറഞ്ഞു. Saying this, they all started to laugh at Robin. ഇത് കേട്ടിട്ട് അവിടെയുള്ള ഫോറസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ റോബിനെ നോക്കി എന്ത് ചെയ്തു? ചിരിക്കാനായിട്ട് തുടങ്ങി. Robin could take no more. He called upon them and showing them a herd of deer at the end of the forest, said, I bet you that I can kill the best hat among them from this distance. അപ്പോൾ നമ്മുടെ റോബിൻ വേറെ മറ്റൊന്നും ചിന്തിക്കാതെ പറയുകയാണ്, he called upon them and showing them a herd of deer at the end of the forest, said, I bet you that I can kill the best hat among them from this distance. അവരെ വിളിച്ചിട്ട് പറയുകയാണ്, നോക്കിക്കേ, ഇതിന്റെ ഇന്ത്യയിലായിട്ട് കാണപ്പെടുന്ന ഹെർഡ് ഓഫ് ഡീർസിനെ കണ്ടോ, മാൻകൂട്ടത്തെ കണ്ടോ, അതില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ഡീറിനെ, ഹാർട്ടിന്റെ മീനിങ് എന്താണ്? മെയിൽ ഡീർ. അപ്പൊ ഒരു മെയിൽ ഡീർ, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ഡീറിനെ ഞാൻ ഷൂട്ട് ചെയ്ത് വീട്ടും, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ അതിനെ ഷൂട്ട് ചെയ്യും എന്ന് ബെറ്റ് ചെയ്തു. Now this man looking for some fun challenged him to do as he claimed. ഇത് കേട്ടപ്പോ അവിടെയുള്ള ആളുകൾക്കെല്ലാം എന്താണ് തമാശ പോലെ തോന്നി, എങ്കിലും അവർ എന്ത് ചെയ്തു? ആ വെല്ലുവിളി ഏറ്റെടുത്തു. Robin took his bow and arrow in his hand and strung the arrow deftly into the bow and raised it to shoot. അല്ലേ, അപ്പോ താൻ പറഞ്ഞതനുസരിച്ച് റോബിൻ എന്ത് ചെയ്തു? തന്റെ ബോയും ആരോയും ഉയർത്തി എന്ത് ചെയ്തു? ആ മാൻകൂട്ടത്തിലേക്ക് ഷൂട്ട് ചെയ്തു. അല്ലേ, ഡെഫ്റ്റ്ലി എന്താണ്? സ്കിൽഫുള്ളി. ഓക്കെ. When the arrow through the trees with a speed faster than lightning and hit the noblest heart in the herd, causing it to fall dead. Its blood turning the green grass red. അല്ലേ, അപ്പൊ നമ്മുടെ റോബിൻ ഹുഡ് എന്ത് ചെയ്തു? ഷൂട്ട് ചെയ്തു. And the arrow through the trees with a speed faster than lightning. അല്ലേ, മിന്നലിനേക്കാൾ വളരെ വേഗത്തിലേക്ക് എന്ത് ചെയ്തു? അമ്പ് എന്ത് ചെയ്തു? ഉതിർന്നു. And hit the noblest heart in the herd, causing it to fall dead. അതിലെ ഒരു മാൻകുട്ടിയെ എന്ത് ചെയ്തു? അമ്പേത് വീഴ്ത്തി. അത് എന്ത് ചെയ്യപ്പെട്ടു? മരണപ്പെട്ടു. Its blood turning the green grass red. അതിന്റെ ബോഡിയിൽ നിന്നുണ്ടായ ബ്ലഡ് ഗ്രീൻ കളർഡ് ഗ്രാസ് ഏത് കളറിലേക്ക് മാറ്റപ്പെട്ടു? റെഡ് കളറിലേക്ക് മാറ്റപ്പെട്ടു. Now what do you have to say about my shoot, good man? നോക്കിക്കേ, നിങ്ങൾ ഇപ്പോൾ എന്താ പറയുന്നു? എന്റെ ഷൂട്ടിംഗ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. I have won the bet, so you owe me 300 pounds that you promised me. ഞാൻ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന 300 പൗണ്ട്സ് എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് തരണം. അല്ലേ, ഞാൻ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഷൂട്ട് ചെയ്തു, ഞാൻ അതിൽ വിൻ ചെയ്യുകയും ചെയ്തു. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്ത 300 പൗണ്ട്സ് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? തരണം എന്ന് പറഞ്ഞു. These foresters, amazed and angry at being beaten by a mere river, said to Robin, "Now we go from here, or else we will ensure that you will never able to walk on your legs again." അല്ലേ, അപ്പോൾ ഉടനെ ഫോറസ്റ്റേഴ്സ് വളരെയധികം അത്ഭുതത്തോടും അതോടൊപ്പം തന്നെ എന്താണ് ദേഷ്യത്തോടും നമ്മുടെ റോബിൻ ഹുഡിനോട് പറയുകയാണ്, "Now we go from here, or else we will ensure that you will never be able to walk on your legs again." നീ ഇപ്പോൾ ഇവിടെ നിന്ന് പൊക്കോളൂ, അല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും നിന്റെ കാലുകൾ ഉപയോഗിച്ച് ഇവിടുന്ന് നടന്നു പോകാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് നമ്മുടെ ഫോറസ്റ്റേഴ്സ് പറയുകയാണ്. You do not know, but you have just killed the king's deer, and according to the laws of King Harry, you should be killed. അല്ലേ, അപ്പൊ പറയുകയാണ്, നിനക്ക് അറിയാമോന്ന് എനിക്കറിയില്ല, നീ കൊന്നിരിക്കുന്നത് കിങ്ങിന്റെ ഡീറിനെയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ എന്ത് ചെയ്യാം? കിങ്ങിന്റെ ലോസ് അനുസരിച്ച് നിന്നെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിയമപ്രകാരം നിന്നെയും കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകുക എന്ന് നമ്മുടെ ഫോറസ്റ്റേഴ്സ് പറഞ്ഞു. No, let him go. He is just a young child and does not deserve to die. So it said one of them. അല്ലേ, അവൻ പോയിക്കോട്ടെ, ഇവൻ എന്താണ് ഒരു കൊച്ചു കുട്ടിയാണ്, അല്ലെ, ഇത്രയും ചെറുപ്പത്തിൽ അവൻ മരിക്കാൻ യോഗ്യനല്ല എന്ന് അതിൽ ഒരാൾ പറയുമ്പോൾ പൊക്കോട്ടെ, ഇവിടുന്ന് രക്ഷപ്പെട്ട പൊക്കോട്ടെ
നോക്കട്ടെ എന്ന് അതിലുണ്ടായിരുന്ന ഒരു ഫോറസ്റ്റർ പറഞ്ഞു. Robin, shocked at what he had just done, looked at these men with a gloomy face and started to walk away without uttering a word. But he was angry with these men for cheating him of his promised money. ഇതൊക്കെ കേട്ട് നമ്മുടെ റോബിന് ഷോക്ക് ആയിപ്പോയി. ഇവരെന്താണ് പറയുന്നത്, ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വയ്യ അല്ലെ. അവർ പ്രോമിസ് ചെയ്ത മണി എന്ത് ചെയ്യുന്നില്ല, നൽകുന്നില്ല. പകരം ഇവിടെ നിന്ന് പൊക്കോളാനായിട്ടാണ് ഈ ഫോറസ്റ്റേഴ്സ് പറയുന്നത്. ഇത് വളരെയധികം ആർക്ക് വിഷമമായി, വളരെയധികം ദേഷ്യമായി നമ്മുടെ റോബിൻ ഹുഡ്. കാരണം എന്താണ്, അവർ പറഞ്ഞ വാക്ക് അവരെന്ത് ചെയ്തില്ല, പാലിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റോബിൻ ഹുഡ് ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് എന്ത് ചെയ്തു, വളരെ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. ഓക്കെ, അപ്പോ വളരെയധികം ഫോറസ്റ്റേഴ്സിനോട് നമ്മുടെ റോബിൻ ഹുഡിന് ദേഷ്യം തോന്നി. കാരണം എന്താണ്, പ്രോമിസ് ചെയ്ത മണി അവർക്ക് നൽകിയോ, റോബിൻ ഹുഡിന് നൽകിയോ, ഇല്ല. അതിനെതിരെ തിരിച്ച് ഒരു മറുപടി പോലും പറയാതെ നമ്മുടെ റോബിൻ ഹുഡ് നമ്മുടെ ഷൂട്ടിംഗ് മാച്ചിലേക്ക് ആ പ്ലേസിലേക്ക് യാത്രയാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായ സ്റ്റോറിയുടെ, റോബിൻ ഹുഡിന്റെ സ്റ്റോറി മനസ്സിലായ ഇത്രയും ഭാഗത്ത്. ഓക്കെ, അപ്പോ നമ്മുടെ റോബിൻ ഹുഡ് 18 years ഉള്ള ടൈം തൊട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറി ആരംഭിക്കുന്നത്. അദ്ദേഹം ഒരു ഔട്ട്ലോ ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അദ്ദേഹം ഔട്ട്ലോ ആവാനുള്ള കാരണമായ സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് മീനിങ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള സ്റ്റോറി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ എല്ലാവരും നമ്മൾ പഠിച്ചിടം വരെ എല്ലാവരും 3 times റീഡ് ചെയ്യുക. അതോടൊപ്പം നമ്മൾ ഇതിൽ പഠിച്ച മീനിങ്സ് ഉണ്ടല്ലോ, അതും എല്ലാവരും നോട്ട്ബുക്കിലേക്ക് 1 time എഴുതുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് 1 time നമ്മുടെ മീനിങ്സ് എഴുതിയിരിക്കണം. അതോടൊപ്പം 3 times നമ്മുടെ ഈ സ്റ്റോറി എന്ത് ചെയ്യുകയും ചെയ്യുക, റീഡ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു കാര്യം ടീച്ചർ പറഞ്ഞോട്ടെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കോപ്പി ബുക്ക് എല്ലാവരും റൈറ്റ് ചെയ്തിരുന്നോ, ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും 4 ലൈനിന്റെ ഒരു ഇംഗ്ലീഷ് ബുക്ക് എടുക്കുക, 4 ലൈനിന്റെ ബുക്ക് എടുക്കുക, അതൊരു കോപ്പി ബുക്ക് ആയിട്ട് എടുക്കുക. അതിലേക്ക് എല്ലാവരും മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും 1 time എഴുതി എല്ലാവരും എന്ത് ചെയ്യുക, വെനസ്ഡേയിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയി. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററിലെ മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും 1 time കോപ്പി ബുക്കിൽ റൈറ്റ് ചെയ്ത് വെനസ്ഡേയിൽ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച റോബിൻ ഹുഡിന്റെ സ്റ്റോറി അത്രയും പറഞ്ഞെല്ലാവർക്കും മനസ്സിലായല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ പഠിച്ച മീനിങ്സ് എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യുക, അതോടൊപ്പം പഠിക്കുകയും ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് we are going to learn maths. If we take a textbook, page number 126. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലേസ് വാല്യൂസ് ഒക്കെ പഠിച്ചു അല്ലേ, പഠിച്ചില്ലേ, പഠിച്ചു അല്ലേ. എക്സ്പാൻഡഡ് ഫോമും നമ്പർ കമ്പയർ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട്. ഓക്കെ, നമുക്ക് ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് അറിയാം അല്ലേ. അപ്പോൾ എല്ലാ കൺട്രീസിലും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസ് വാല്യൂ ചാർട്ട് അല്ലേ. എല്ലായിടത്തും ഒരുപോലാണോ, അല്ല. പക്ഷെ ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും എന്താണ് ഒരേ പ്ലേസ് വാല്യൂ ചാർട്ട് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് നോക്കാം. നോക്കിക്കേ, കണ്ടോ, നമ്മുടെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് ആയിട്ട് എന്താണ് ഡിഫറെന്റ് ആണ്. നോക്കിക്കേ, വൺസിന്റെ പ്ലേസ് എന്തൊക്കെയാണ് വരുന്നത്, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. തൗസൻഡ്സിന്റെ പ്ലേസ് എന്തൊക്കെയാണ് വരുന്നത്, നോക്കിക്കേ, 1000, 10,000, 100,000. മില്യൺസിന്റെ പ്ലേസ് എന്താണ്, ലാക്ക് ഉണ്ടോ അവിടെ, ഇല്ല. 1 million, 10 million, 100 million. കണ്ടില്ലേ, പ്ലേസ് വാല്യൂസ് കണ്ടോ. വൺസിന്റെ പ്ലേസിൽ വരുന്നതാണ് എന്തൊക്കെ പറഞ്ഞേ, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. തൗസൻഡ്സിന്റെ പ്ലേസിൽ വരുന്നതാണ് എന്ന് പറയുന്നത് 1000, 10,000, 100,000 അല്ലേ. നമുക്ക് 10,000 വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഇന്ന് വരുന്നുണ്ട് 100,000 വരുന്നുണ്ട്. പിന്നെയോ ലാക്ക് ഉണ്ടോ, ഇല്ല. അവിടെ എന്താണ് മില്യൺസിന്റെ പ്ലേസ് മാത്രമേ ഉള്ളൂ. അതിൽ എന്തൊക്കെയാ പറയാൻ വരുന്നത്, 1 million, 10 million, പിന്നെയോ 100 million. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്ലേസ് വാല്യൂ ചാർട്ട് യൂസ് ചെയ്ത് നമ്പറിന്റെ നെയിം നോക്കാം. ഓക്കെ, മുന്നേ നമ്മൾ പഠിച്ച ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ട് പോലെയല്ല, ഇവിടെ എന്തുണ്ട്, കുറച്ച് വേരിയേഷൻ ഉണ്ട് അല്ലേ. അപ്പോ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ നമ്പേഴ്സിന്റെ നെയിംസ് റൈറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കില് നമ്മൾ ഈ പ്ലേസ് വാല്യൂ ചാർട്ട് എല്ലാവരും
പഠിച്ചിരിക്കണം. നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്ന ഈ ഒരു പ്ലേസ് വാല്യൂ ചാർട്ട് എല്ലാവരും നോട്ട്ബുക്കിൽ പഠിച്ചിരിക്കണം. അതിന്റെ ബേസിസിൽ വേണം ടീച്ചർ തരുന്ന ഈ ഓരോ നമ്പേഴ്സിന്റെ നെയിം റൈറ്റ് ചെയ്യാനായിട്ട്. നോക്കിക്കേ, ഫസ്റ്റ് നമ്പർ നോക്കിക്കേ. നോക്കിക്കേ, നമുക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാം? 21,331,876. എങ്ങനെയാണ്? 21,331,876. ഓക്കെ, അപ്പൊ ഞാൻ റൈറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. 21 million. ഈ നമ്പർ എങ്ങനെ റൈറ്റ് ചെയ്യുന്നത്? 21 million 876. എന്താണ്? 876. എല്ലാവരും കേട്ടോ? അപ്പൊ നോക്കിക്കേ, 21,331,876. അപ്പൊ ഒരു നമ്പർ തന്ന ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് വെച്ചിട്ട് റീഡ് ചെയ്യാനായിട്ട് അറിയാലോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നമ്പർ നോക്കാം. നോക്കിക്കേ, നോക്കിക്കേ, ഈ നമ്പറിന്റെ നെയിം പറഞ്ഞേ. 43,730,053. കണ്ടില്ലേ? ഇതിಗೆ ഇങ്ങനെയാണ് 43,730,053. ഓക്കേ, റൈറ്റ് ചെയ്യ് എല്ലാവരും. ഇങ്ങനെയാണ് 43 million 730,000 പിന്നെയോ 53 അല്ലേ? എന്താണ് 53? ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് 43 million 730,053. റൈറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ പ്ലേസ് വാല്യൂ ചാർട്ട് നമ്മുടെ ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് യൂസ് ചെയ്തിട്ട് നമ്പർ നെയിം പറയാനായിട്ട് അറിയാലോ? ഇങ്ങനെയാണ് 43,730,053. ഓക്കെ, അതുമായി ബേസ് ചെയ്ത് രണ്ട് നമ്പേഴ്സ് കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ പ്ലേസ് വാല്യൂ ചാർട്ട് നോട്ട്ബുക്കിലേക്ക് പഠിച്ചതിന് ശേഷം ആ നമ്പേഴ്സിന്റെ നെയിം എല്ലാവരും ഒന്ന് റൈറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ചെയ്യാലോ? ഓക്കെ, അപ്പൊ എക്സസൈസ് 1.4 സെയിം ഡേയും എല്ലാവരും നോട്ട്ബുക്കിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. മനസ്സിലായോ? എളുപ്പമല്ലേ? നമ്പർ റൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. റൈറ്റ് ദ ന്യൂമറൽസ് ഫോർ ദ ഫോളോയിങ്. നമുക്ക് നമ്പർ നെയിംസ് തന്നിട്ടുണ്ട്, അതിൽ ന്യൂമറൽസ് റൈറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. 415 million 7,133 എന്ന നമ്പർ തന്നിരിക്കുന്നു. നമ്പർ നെയിം തന്നിരിക്കുന്നത് എന്താണ്? 415 million പിന്നെയോ 7,333 അല്ലേ? അപ്പൊ നമുക്ക് റൈറ്റ് ചെയ്യാം. എന്താണ്? 415 million 7,333. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കേ, 415 million അല്ലേ? 415 million പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 7,333 എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ നമ്പേഴ്സ് പ്ലേസ് വാല്യൂസ് തന്നിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? സീറോസ് കൊടുക്കാം. എന്താണ് തന്നിരിക്കുന്നത്? 7,333 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 7,333. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നോക്കിക്കേ, നമ്പർ റൈറ്റ് ചെയ്ത് കണ്ടോ? എന്തായിരുന്നു? 415 million 7,333.
Okay, zeros കൊടുത്ത് മനസ്സിലായല്ലോ പ്ലേസിൽ എന്തില്ല നമ്പേഴ്സ് ഇല്ല അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം zeros റൈറ്റ് ചെയ്യാം. ഓക്കേ ക്ലിയർ ആണല്ലോ. ഓക്കേ അപ്പോൾ പ്ലേസ് വാല്യൂ ചാർട്ട് ഉപയോഗിച്ച് നമ്പർ നെയിം റൈറ്റ് ചെയ്യാൻ അറിയാലോ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് നോക്കിക്കേ 909,9099. അപ്പോൾ ന്യൂമറൽസ് പറഞ്ഞ എങ്ങനെയാണ് 900,9,000,999. എങ്ങനെ എഴുതാം? പറഞ്ഞിരിക്കുന്നത് 900 million അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 900 million അല്ലേ? അപ്പോൾ നമ്മുടെ ടൺസിന്റെ പ്ലേസിലുള്ളതില്ല. അപ്പോൾ 900 million കണ്ടോ റൈറ്റ് ചെയ്തത് 900 million. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 9,099 എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 909 million. പിന്നെയോ തൗസൻഡ്സിന്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? സീറോസ് കൊടുക്കാം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 9,099 എന്നാണ് അല്ലേ? അപ്പൊ എന്താണ് 9,099. കണ്ടില്ലേ? നമ്മൾ കണ്ടോ? അപ്പൊ എന്താണ് 909 million 9,099 അല്ലേ? സീറോസ് റൈറ്റ് ചെയ്യാനായിട്ട് അല്ലേ കറക്റ്റ് പ്ലേസിലുള്ള നമ്പർ ഇല്ല എങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? സീറോസ് ഇട്ട് കൊടുക്കണം. ഓക്കെ ക്ലിയർ ആണല്ലോ. ഇതൊക്കെ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ അതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലംസുകളുണ്ട്. അപ്പൊ അതിന്റെ നമ്പർ നെയിം തന്നിട്ടുണ്ട്. എന്ത് എഴുതുക? ന്യൂമറൽസ് റൈറ്റ് ചെയ്യുക. ഓക്കെ അപ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണം എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്ത് പഠിക്കും. ഓക്കെ നെക്സ്റ്റ് നോക്കാം. Write the place value of the underlying digits in the international place value system. അല്ലേ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിന്റെ പ്ലേസ് വാല്യൂ അല്ലേ അത് എന്താണ്? അതിന്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് റൈറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കും. നോക്കാം നമുക്ക്. ഈ തന്നിരിക്കുന്ന ഈ നമ്പർ 64 ഇവയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. 641 ഇത്രയുമാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഡിജിറ്റ്സിന്റെ പ്ലേസ് വാല്യൂ റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ 6 ന്റെ പ്ലേസ് വാല്യൂ എന്താണ് പറഞ്ഞേ? എന്താണ് ഇവിടെ നമ്പർ എന്താ? മില്യൺ അല്ലേ? അപ്പോൾ എന്താണ് 6 മില്യൺ. ഇതിന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 6 മില്യൺ. ഇവിടുത്തെ എന്താണ് പറഞ്ഞേ? എന്താണ് 14,000. അതിന്റെ പ്ലേസ് വാല്യൂ എന്താണ് പറഞ്ഞേ? 14,000. 14,000. വണ്ണിന്റെ പ്ലേസ് വാല്യൂ എന്താണ് അവിടെ? 1 തന്നെയാണ് അല്ലേ? എന്താണ് 1. മനസ്സിലായോ? പ്ലേസ് വാല്യൂ റൈറ്റ് ചെയ്യാനാണല്ലോ. ഇവിടെ എന്താ വരിക? 6 മില്യൺ. 4ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 14,000. 1ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 1 തന്നെയാണ്. അറിയാലോ? പ്ലേസ് വാല്യൂ നമ്മൾ ഇന്ത്യൻ പ്ലേസ് വാല്യൂ ചാർട്ടിലും പ്ലേസ് വാല്യൂ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അറിയാലോ? ഓക്കെ നെക്സ്റ്റ് നോക്കാം. നോക്കിക്കേ നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ പറഞ്ഞേ. 2ന്റെ പ്ലേസ് വാല്യൂ എന്താ വരിക? മില്യന്റെ പ്ലേസ് വാല്യൂ അല്ലേ? അപ്പോൾ 2 എന്താണ്? 20 മില്യൺ അല്ലേ? 20 മില്യൺ. 20 മില്യൺ. 0ന്റെ പ്ലേസ് വാല്യൂ എന്താണ് വരിക? 0 തന്നെയാണ് അല്ലേ? എന്താണ് 0. പിന്നെയോ 8ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 1 അല്ലേ? അപ്പോൾ എന്താണ് 8 അല്ലേ? എന്താണ് 8. ഓക്കെ ക്ലിയർ ആണ്. 2ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 20 മില്യൺ. 0യുടെ അടുത്ത് എന്താണ്? 0 തന്നെയാണ്. 8 എന്താണ്? 8 ones എന്നുള്ളതാണ് ഇതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ മനസ്സിലായല്ലോ? ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രോബ്ലംസുകളുണ്ട്. അതെല്ലാവരും എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഹോംവർക്ക് ആയിട്ട് തരുന്നത് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതല്ലേ ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് ഒക്കെ? അപ്പോൾ പ്ലേസ് വാല്യൂസും അറിയാം. ജസ്റ്റ് ഒന്നും ഓർമ്മിച്ച് തരുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തയാണ് എന്ന് പറയുന്നത് 4 ഓപ്പറേഷൻസ്. എന്താണ് 4 ഓപ്പറേഷൻ അല്ലേ? നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമുക്ക് അറിയാം അല്ലേ? ലാർജ് നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ലാർജ് നമ്പേഴ്സ് തന്നെ നമുക്ക് സ്മോൾ നമ്പർ നമുക്ക് പെട്ടെന്ന് നമ്മൾ റൈറ്റ് ചെയ്യും അല്ലേ? അതേസമയം ലാർജ് നമ്പർ വരുമ്പോഴോ എളുപ്പമാണോ നിങ്ങൾക്ക്? നമുക്ക് നോക്കി ഇഷ്ടംപോലെ ലാർജ് നമ്പർ റൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ് തന്നിരിക്കുന്നത്? ആഡ് ചെയ്യാനായിട്ടാണ്. ആഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാലോ.
8 കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 8 കഴിഞ്ഞ് 9 10 11 12 13 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 13 ലെ 3 യുടെ റൈറ്റ് ചെയ്യാം. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകാം. ഓക്കെ, 7 ന്റെ കൂടെ 3 ആഡ് ചെയ്തേ. 8 9 10 അല്ലേ? 10 ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 11 അല്ലേ? 1 നമ്മൾ ഇവിടെ റൈറ്റ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്തു. നെക്സ്റ്റ് 4 ന്റെ കൂടെ 8 ആഡ് ചെയ്തേ. 8 കഴിഞ്ഞ് കൗണ്ട് ചെയ്തേ. 9 10 11 12 12 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 13 13 ലെ 3 യുടെ റൈറ്റ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. ഓക്കെ, 9 ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 11 11 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 12 12 2 യുടെ റൈറ്റ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. 5 ന്റെ കൂടെ 3 ആഡ് ചെയ്തേ. 8 അല്ലേ? 8 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 9 അഗ്രമാനിയുടെ 4 മാത്രമേ ഉള്ളൂ അല്ലേ? ആഡ് ചെയ്യാനായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ 4 നമുക്ക് താഴോട്ട് റൈറ്റ് ചെയ്തു. കിട്ടിയ ആൻസർ എല്ലാവർക്കും? കിസാനൊക്കെ എല്ലാവരും ചെയ്തോ? അഡിഷൻ സിമ്പിൾ അല്ലേ? അറിയാം അല്ലേ? നമ്മൾ സ്കാലർ നമ്പർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അഡിഷൻ എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ എക്സാമ്പിൾ 2. നോക്കിക്കേ, നമുക്കൊരു വേർഡ് പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, റീഡ് ചെയ്തേ എല്ലാവരും. റാം ഹാഡ് 48,384 rupees in his account. He deposited rupees 25,438. What is the balance in his account? എന്താ പറഞ്ഞിരിക്കുന്നത്? റാമിന്റെ അക്കൗണ്ടിൽ 48,384 rupees നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. റാമിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. He deposited 25,438. അപ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് 25,438 രൂപയും കൂടി എന്ത് ചെയ്തു? അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ what is the balance in his account? എങ്കിൽ ബാലൻസ് എത്രയായിരിക്കും അക്കൗണ്ടിൽ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കാണും? എന്ത് ചെയ്യണം? ബാലൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തേക്കുവാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ബാക്കി മൊത്തത്തിൽ എത്ര ഇനി ഉണ്ട്? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ആഡ് ചെയ്തിട്ടുള്ള 8 കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 9 10 11 12 അല്ലേ? 12 നമ്മളുടെ റൈറ്റ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. നെക്സ്റ്റ് നോക്കിക്കേ, 8 കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 11 അല്ലേ? 11 കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 12 2 നമ്മൾ റൈറ്റ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. 4 കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് പറഞ്ഞേ? 7 7 കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 8 8 കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 10 9 10 11 12 13 13 ന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ 13 ന്റെ 3 നമ്മൾ റൈറ്റ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. 4 കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 6 6 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 7 അല്ലേ? അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര രൂപയുണ്ട്? 73,822 അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ആൻസർ കിട്ടിയോ? എല്ലാവരും ചെയ്തോ? നോട്ട്ബുക്കിൽ എല്ലാവരും റൈറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അഡിഷൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസ് നോക്കാം. നോക്കിക്കേ, നമ്മളിപ്പോൾ കണ്ടതെല്ലാം 2 നമ്പേഴ്സ് മാത്രമുള്ള അഡിഷൻ ആണ് അല്ലേ? ഇനി നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് പോകുന്നത് 3 നമ്പേഴ്സ് അല്ലെങ്കിൽ 4 നമ്പേഴ്സ് എങ്ങനെയാണ് അഡിഷൻ ചെയ്യുന്നത് അല്ലേ? പാടുണ്ടോ അഡിഷൻ ചെയ്യാനായിട്ട്? ഇല്ല, ഇതുപോലെ തന്നെയാണ് സ്റ്റെപ്സ് അല്ലേ? ഒരു നമ്പർ കൂടെ അധികം വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കാം. എക്സസൈസ് 1.5 ആഡ് ദി ഫോളോയിങ് നമ്പേഴ്സ്. നോക്കിക്കേ, ഇവിടെ 3 നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? നേരത്തെ നമുക്ക് 2 നമ്പേഴ്സ് നമ്മുടെ അഡിഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 3 നമ്പേഴ്സ് നമ്മുടെ അഡിഷൻ ആണ്. നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ 3 നമ്പേഴ്സ് ആഡ് ചെയ്യണം. 3 യുടെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് പറഞ്ഞേ? ഫിംഗേഴ്സ് എടുക്കാൻ പറഞ്ഞേ. 3 യുടെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 6 6 ന്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 11 എത്രയാണ്? 11. ഓക്കെ, അപ്പോൾ നമുക്ക് 11 1 കൂടെ റൈറ്റ് ചെയ്യാം. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുക്കും. ഓക്കെ, 9 ന്റെ കൂടെ നമ്മുടെ 5 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 10 11 12 13 14 അല്ലേ? 14 കിട്ടി. ഈ 14 ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 16 16 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 17 7 നമ്മൾ റൈറ്റ് ചെയ്യുന്നു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുക്കും. 5 ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 7 7 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 8 8 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 9. അറിയാമോ അഡിഷൻ ചെയ്യാൻ?
ഇല്ല. ക്യാരി ഓവർ ചെയ്ത നമ്പർ വലുതുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 12 കൂടെ റൈറ്റ് ചെയ്യാം. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുക്കാം. ഓക്കെ. ഈ 9 കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 9 കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 9 2s ആണ് നമുക്ക് അറിയാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 9 2s 80. അതായത് 9 കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ. അപ്പൊ 80 80 കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 19 20 21. 21 കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 22. അത് 2 നമ്മൾ റൈറ്റ് ചെയ്തു. 2 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുക്കും. ഓക്കെ. ഇവിടെ നോക്കിക്കേ 8 1 8 ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 8 ന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്കറിയാം? 8 2s ആണ് എത്രയാണ്? 16. അതായത് നമുക്ക് 8 ന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ 8 ന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ 16 കിട്ടി. 16 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 17. 17 ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 18 90. അല്ലേ? 90 ലെ 9 നമ്മൾ റൈറ്റ് ചെയ്യാം. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുക്കാം. 3 യുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇല്ല നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 3 യുടെ കൂടെ ഈ നമ്പർ ആഡ് ചെയ്യാം. 3 യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 4. അല്ലേ? കിട്ടിയില്ലേ ആൻസർ നമുക്ക്? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയ ആൻസർ? സിമ്പിൾ അല്ലേ? 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എന്താണ് അഡിഷൻ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ചെയ്യുക. ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കേ. ഇപ്പൊ നമ്മൾ കണ്ടത് അഡിഷൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ സബ്ട്രാക്ഷൻ ആണ് അല്ലേ? ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ച് വന്നിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ടീച്ചർ 1 പ്രോബ്ലം മാത്രം ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്ത മാത്സ് നമുക്ക് ചെയ്താൽ മാത്രമേ പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ടീച്ചർ ബോർഡിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ ഡയറക്റ്റ് നിങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദ്യം ചെയ്താൽ മതി. ടീച്ചർ ഒരു മോഡൽ ചെയ്ത് കാണിച്ചു തരുന്നു. അതിന്റെ ഹോംവർക്ക് നിങ്ങൾ വേണം ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സബ്ട്രാക്ഷൻ നോക്കാം അല്ലേ? സബ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാലോ. നോക്കിക്കേ ടീച്ചർ ബോർഡിൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. എന്ത് ചെയ്യാനായിട്ടാണ്? സബ്ട്രാക്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ. അപ്പൊ സബ്ട്രാക്ട് ചെയ്യോ. 5 ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് പറഞ്ഞേ? 0 അല്ലേ? എത്രയാണ്? 0. 9 ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാ പറഞ്ഞേ? 9 ൽ നിന്ന് 5 പോകുമ്പോൾ 4 അല്ലേ? ഓക്കെ. 4 ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പ്ലേസിൽ നിങ്ങൾക്ക് ബോറോ ചെയ്യാം. അപ്പൊ ഇവിടെ എത്രയായി? 14 ആയി. ഇവിടെ 8 ആയി. 14 ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ 9 കൗണ്ട് ചെയ്തേ 10 11 12 13 14. എത്ര ഫിഗേഴ്സ് എടുത്തു? 5 അല്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം? 5 എന്ന് റൈറ്റ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ 8 മാത്രമല്ലേ ഉള്ളൂ. 8 ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 3 അല്ലേ? 8 ൽ നിന്ന് 5 പോകുമ്പോൾ 3. ഓക്കെ. നെക്സ്റ്റ് പ്ലേസ് നോക്കാം. 6 ഉം 8 ഉം ആണ്. 6 ൽ നിന്ന് നമുക്ക് 8 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യാം. 16 ആയി. ഇവിടെ ആയി 7 മാത്രമേ ഉള്ളൂ. 16 ൽ നിന്ന് 8 പോകുമ്പോൾ എത്രയാണ്? 8 അല്ലേ? ഓക്കെ. നമ്മൾ 8 റൈറ്റ് ചെയ്യാം. ഇവിടെ -7 അല്ലേ ഉള്ളൂ. 7 ൽ നിന്ന് 3 പോകുമ്പോൾ എത്രയാണ്? എത്രയാണ്? 4 അല്ലേ? എത്രയാണ്? 4. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ 3 ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യണ്ട അല്ലേ? ഓക്കെ. അപ്പോൾ കിട്ടിയ ആൻസർ എല്ലാവർക്കും? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? സബ്ട്രാക്ട് ചെയ്യാൻ അറിയാലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2 പ്രോബ്ലംസ് ഉണ്ട്. അതും എല്ലാവരും എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് നോട്ട്ബുക്കിൽ റൈറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനെയും പ്രോബ്ലംസ് കാണും. നിങ്ങൾ അഡീഷനും സബ്ട്രാക്ഷനും ഒരുമിച്ച് വരുന്ന പ്രോബ്ലംസ് കണ്ടിട്ടുണ്ടോ? ഒരു പ്രോബ്ലത്തിൽ തന്നെ അഡീഷനും സബ്ട്രാക്ഷനും കൂടെ ഒരുമിച്ച് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. നോക്കിക്കേ ആഡ് ഓർ സബ്ട്രാക്ട് ആസ് റിക്വയർഡ് അല്ലേ? അഡീഷനും തന്നിട്ടുണ്ട്, സബ്ട്രാക്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ. നോക്കാം നമുക്ക്. നോക്കിക്കേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സബ്ട്രാക്ഷനും വന്നിട്ടുണ്ട്, അഡീഷനും വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫസ്റ്റ് 2 നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അത് നമുക്ക് ഫസ്റ്റ് ചെയ്യാം. നോക്കിക്കേ. ഓക്കെ. ഫസ്റ്റ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. നോക്കിക്കേ 7 ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 7 ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 അല്ലേ? എത്രയാണ്? 3. 3 ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1. 4 ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2. 0 ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്ലേസിൽ ബോറോ ചെയ്തു. ഇവിടെ 10 ആയി. ഇവിടെ 8 ആയി അല്ലേ? അപ്പോൾ 10 ൽ നിന്ന് 1 പോകുമ്പോൾ എത്രയാണ്? 9 അല്ലേ? ഓക്കെ. ഇവിടെ 8 അല്ലേ ഉള്ളൂ. 8 ൽ
ബോറോ ചെയ്തത് 13 ആയി. ഇവിടെ 3 യുമായി അല്ലേ? 13 ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 7 കഴിഞ്ഞ് കൗണ്ട് ചെയ്തേ. 8 9 10 11 12 13. എത്ര ഫിംഗേഴ്സ് എടുത്തു? 6 അല്ലേ? അപ്പോൾ 6 നമുക്ക് റൈറ്റ് ചെയ്യാം. ഇവിടെ എന്തേ ഉള്ളൂ? 3 ഉള്ളൂ അല്ലേ? 3 ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 0 ആണ്. ഓക്കേ, അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടി അല്ലേ? ഓക്കേ, ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ത് ചെയ്യണം? പറഞ്ഞേ. ആഡ് ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ? ആഡ് ചെയ്ത് പറഞ്ഞേ. 9 ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 12 അല്ലേ? ഓക്കേ, 12 നെ 2 കൊണ്ട് ആഡ് ചെയ്യാം. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുക്കാം. 8 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 9, 9 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 10 അല്ലേ? 10 നെ നമ്പർ ആഡ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. 7 ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 9, 9 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 10, 10 ലെ 0 ആഡ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. 6 ന്റെ കൂടെ 9 ആഡ് ചെയ്തേ. 9 കഴിഞ്ഞ് 10 11 12 13 14 15. 15 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 16, 16 ലെ 6 ഇവിടെ റൈറ്റ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. 5 ന്റെ കൂടെ ആഡ് ചെയ്യുന്ന നമ്പർ ഉണ്ടോ? ഇല്ല, 0 ആണ്. 5 ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 6. ഇനിയോ 4 ന്റെ കൂടെ 6 ആഡ് ചെയ്തേ. 6 ന്റെ 4 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 10 അല്ലേ? 10 ന്റെ 0 നമ്മൾ റൈറ്റ് ചെയ്തു. 1 നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊടുത്തു. 3 യുടെ കൂടെ ആഡ് ചെയ്യുന്ന നമ്പർ ഉണ്ടോ? ഇല്ല. 3 യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 4 അല്ലേ? ആൻസർ കിട്ടിയ എല്ലാവർക്കും കണ്ടോ? അപ്പോ അഡിഷൻ സബ്ട്രാക്ഷൻ ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആൻസർ ടോട്ടൽ ആൻസർ എത്ര കിട്ടിയെന്ന് കണ്ടോ എല്ലാവർക്കും? എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കേ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാനായിരുന്നു. അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. പിന്നെയോ അതിന്റെ ആൻസറുമായിട്ട് ലാസ്റ്റിലത്തെ നമ്പർ എന്ത് ചെയ്യാനായിരുന്നു പറയുന്നത്? ആഡ് ചെയ്യാനായിട്ടായിരുന്നു. ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. കിട്ടിയ ആൻസർ. ഓക്കേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2 പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാവരും ഹോംവർക്ക് ആയിട്ട് എഴുതി ടീച്ചറിന് അയച്ചു തരണം. ഓക്കേ, സിമ്പിൾ അല്ലേ? ഓക്കേ, അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഓക്കേ, നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ ചാർട്ട് പറഞ്ഞു. പിന്നെ അതിന്റെ ബേസിസിൽ നമ്പർ നെയിമും പ്ലേസ് വാല്യൂ അതുപോലെ തന്നെ ന്യൂമറൽസ് എഴുതാനായിട്ട് പറഞ്ഞു അല്ലേ? പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞു? അഡിഷൻ സബ്ട്രാക്ഷൻ അല്ലേ? 3 ഡിജിറ്റ് നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ്, പിന്നെ അഡിഷൻ സബ്ട്രാക്ഷനുള്ള ഒരു പ്രോബ്ലത്തിൽ വരുമ്പോൾ എങ്ങനെയാണെന്നത് കണ്ടു. ഓക്കേ, മനസ്സിലായോ? ഓക്കേ, നെക്സ്റ്റ് നോക്കിക്കേ, നമുക്ക് ഒരു വേർഡ് പ്രോബ്ലം ആണ് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് വേർഡ് പ്രോബ്ലം? എക്സസൈസ് 1.6 അല്ലേ? അതിൽ 20 പ്രോബ്ലംസ് നമുക്കുണ്ട്. ഓക്കേ, അതിൽ ഒരു 5 പ്രോബ്ലംസ് മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. അത്രയും മാത്രമേ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ടീച്ചർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്തിരുന്നാൽ മതി എക്സാമിന് വേണ്ടിയിട്ട്. ആ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിൽ നിങ്ങൾക്ക് കാണുകയുള്ളൂ. ഓക്കേ, അപ്പോൾ അതുകൊണ്ട് ടീച്ചർ തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചിരുന്നാൽ മതി. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. ഓക്കേ, വേർഡ് പ്രോബ്ലംസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Shekhar bought 2 plots of land for rupees 3,60,000 and rupees 3,25,000 respectively. What is the total cost of the 2 plots? By how much does the second differ from the first one? എന്താ പറഞ്ഞിരിക്കുന്നത്? Shekhar bought 2 plots of land for 3,60,000 and 3,25,000 respectively. അല്ലേ? നമ്മൾ ഷെയർ 2 പ്ലോട്ട് വാങ്ങി. അതില് ഒരു പ്ലോട്ടിന്റെ വില എന്ന് പറയുന്നത് 3,60,000 സെക്കൻഡ് പ്ലോട്ടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3,25,000 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 2 പ്ലോട്ടിനും കൂടെ എത്ര വിലയായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ബൈ ഹൗ മച്ച് ഡസ് ദ സെക്കൻഡ് ഡിഫർ ഫ്രം ദ ഫസ്റ്റ് വൺ? എത്ര ഡിഫറൻസ് ആണ് സെക്കൻഡ് പ്ലോട്ടിന് ഫസ്റ്റ് പ്ലോട്ടുമായിട്ട് ഉള്ളത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഓക്കേ, ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ 2 പ്ലോട്ടിനും കൂടി എത്രയാണ് വിലയായത് എന്നുള്ളതാണ്. ഓക്കേ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഫസ്റ്റ് പ്ലോട്ട് എത്രയാണ്? 3,60,000. അപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഫസ്റ്റ് പ്ലോട്ട് എത്രയാണ്? ഫസ്റ്റ് പ്ലോട്ടിന് എത്രയായി? ഇത്ര മാത്രം വിലയായി. 3,60,000 അല്ലേ? 3,60,000. ഓക്കേ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെക്കൻഡ് പ്ലോട്ടിന്റെ വില എത്രയാണ്? കോസ്റ്റ് ഓഫ് സെക്കൻഡ് പ്ലോട്ട് റൈറ്റ് ചെയ്യാൻ ഡിസോർഡർ നോട്ട്ബുക്കിലാണ്
cost of second floor. എത്രയാണ്? എത്രയാണ് സെക്കൻഡ് ഫ്ലോറിന്? 3,25,000 അല്ലേ? 3,25,000. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? What is the total cost of the two floors? അല്ലേ? Total cost എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ total cost is equal to 3,60,000 plus 3,25,000. എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? ഇങ്ങനെയാണ് 3,60,000 അപ്പോൾ 3,25,000 ആഡ് ചെയ്യണം. നമുക്ക് ആഡ് ചെയ്യാൻ നോക്കിക്കേ. 3,16,000 plus 3,25,000. ആഡ് ചെയ്ത് പറഞ്ഞേ. 0 plus 0 ആഡ് ചെയ്യുമ്പോൾ 0 തന്നെയാണ്. 5 ന്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ 5, 6 ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 8, 3 ആഡ് ചെയ്യുമ്പോൾ 6. എത്ര കിട്ടി? 6,85,000 അല്ലേ? 6,85,000 കിട്ടിയോ? അപ്പോൾ പാർട്ട് പ്ലോട്ടിന് അല്ലേ? രണ്ട് പ്ലോട്ടിനും കൂടി എത്രയായി കോസ്റ്റ്? 6,85,000 രൂപയായി അല്ലേ? 6,85,000 ആയി രണ്ട് പ്ലോട്ടും കൂടെ നമ്മുടെ ശേഖരം വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ how much does the second differ from the first one? അല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വണ്ണിൽ നിന്ന് ഫസ്റ്റ് വൺ എത്രമാത്രം വ്യത്യാസമാണോ ഉള്ളത്, എത്രമാത്രം വില കൂടുതലാണ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ എന്തുമാത്രം ഡിഫറൻസ് ആണ് ഉള്ളത്? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മള് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കിക്കേ. How much does the second floor differ from first one? അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റിൽ നിന്നും എന്ത് ചെയ്യണം? സെക്കൻഡ് ഫ്ലോർ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തുമാത്രം ഡിഫറൻസ് ആണ് ഉള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. How much does the second plot differ from the first one? നോക്കിക്കേ, സെക്കൻഡ് പ്ലോട്ടിൽ നിന്ന് ഫസ്റ്റ് പ്ലോട്ട് എന്തുമാത്രം ഡിഫറൻസ് ആണ്, എന്തുമാത്രം വിലയിലെ ഡിഫറൻസ് ആണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ട്. നോക്കിക്കേ, ഇപ്പൊ ഫസ്റ്റ് പ്ലോട്ടിന് എത്രയായി? 3,60,000 ആയില്ലേ? 3,60,000 ആയി. അതിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടിന് എത്രയായിരുന്നു? 3,25,000 അല്ലേ? 3,25,000 ആയി. എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്യാം. നോക്കിക്കേ, 3,60,000 minus 3,25,000. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് പറഞ്ഞേ. 0 ന് 0 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പറയാം സീറോസ് തന്നെയാണ്. 0 ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓരോ ഷെയ്ഡും 10 ആയി. ഇവിടെ 5 ആണ്. 10 ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5. ഇവിടെ 5 അല്ലേ? 5 ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 അല്ലേ? ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. 3 ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 0 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്? 0. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? 35,000 അല്ലേ? 35,000 ഡിഫറൻസ് ആണ് ഫസ്റ്റ് ബ്ലോക്കും സെക്കൻഡ് ബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കും സെക്കൻഡ് ബ്ലോക്കും തമ്മിൽ ഡിഫറൻസ് കാണാം. തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിരുന്നാൽ മതി. ടോട്ടൽ കാണാൻ എന്ത് ചെയ്യണം? തമ്മിൽ ആഡ് ചെയ്യണം. എല്ലാവർക്കും കിട്ടിയ ആൻസർ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The sum of the two numbers is 8,786. If one of the number is 5,365, then find the other. എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള സം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള സം തന്നിട്ടുണ്ട്. എത്രയാണ്? The sum of the two number is 8,786. One number തന്നിട്ടുണ്ട്. എത്രയാണ്? 5,365 അല്ലേ? അപ്പോൾ sum of the two number നമുക്ക് റൈറ്റ് ചെയ്യാം.
sum of the two number is sum of the two number sum of the two number is 8786 അല്ലേ അതിൽ നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട് അല്ലേ one of the number is one of the number is അതിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട് എത്രയാണ് 5365 അല്ലേ 5365 അങ്ങനെയാണെങ്കിൽ another number മറ്റേ നമ്പർ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ മറ്റേ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ടോട്ടൽ തന്നിട്ടുണ്ട് അതിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട് എങ്കിൽ മറ്റേ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടലിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ത് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അനദർ നമ്പർ കിട്ടും മനസ്സിലായോ അപ്പോൾ നമുക്ക് ടു നമ്പേഴ്സ് തമ്മിലുള്ള സം തന്നിട്ടുണ്ട് അതിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട് രണ്ട് നമ്പേഴ്സ് ഉണ്ട് ആ നമ്പേഴ്സ് തമ്മിൽ സം ചെയ്യാൻ നമുക്ക് അറിയാം അതിൽ ഒരു നമ്പർ നമുക്ക് അറിയാം എങ്കിൽ മറ്റേ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അനദർ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അനദർ നമ്പർ is equal to എത്രയായിരിക്കാം 8786 നിന്നും 5365 എന്ത് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം ഓക്കേ അപ്പോൾ നമുക്ക് ചെയ്യാം 8786 നിന്നും 5365 എന്ത് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം ഓക്കേ സബ്ട്രാക്ട് ചെയ്ത് പറഞ്ഞേ 6 ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് 1 8 ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് 2 7 ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് 4 8 ൽ നിന്ന് 5 പോകുമ്പോൾ 3 അല്ലേ ആൻസർ എത്ര കിട്ടി 3421 അല്ലേ 3421 അപ്പോൾ മറ്റേ നമ്പർ കിട്ടി എത്രയാണ് 3421 ഈ 3421 ഉം 5365 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 8786 നമുക്ക് കിട്ടുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് തമ്മിൽ സം തന്നിട്ട് അതിലൊരു നമ്പർ നമുക്ക് തന്നാൽ എന്ത് ചെയ്യുക ടോട്ടലിൽ നിന്ന് ആ നമ്പർ എന്ത് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അനദർ നമ്പർ കിട്ടും മനസ്സിലായോ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്തോ ഓക്കേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ഫോർത്ത് പ്രോബ്ലം കണ്ടു സിമ്പിൾ അല്ലേ ഓക്കേ നമ്മൾ പഠിച്ച അഡിഷൻ സബ്ട്രാക്ഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഓക്കേ നെക്സ്റ്റ് നോക്കിക്കേ 11th ക്വസ്റ്റ്യൻ നോക്കിക്കേ 11th ക്വസ്റ്റ്യൻ നോക്കിക്കേ എല്ലാവരും 11th ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്തോ നോക്കിക്കേ what is the difference between the smallest 6-digit odd number and the greatest 4-digit odd number എന്താ പറഞ്ഞിരിക്കുന്നത് സ്മാളസ്റ്റ് ആയിട്ടുള്ള 6-digit നമ്പർ ഏറ്റവും ചെറിയ ആറക്ക നമ്പറും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ 4-digit നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് what is the difference between the smallest 6-digit odd number and the greatest 4-digit odd number okay simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഓക്കേ അപ്പോൾ എല്ലാവരും പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് ചെയ്ത് മിസ്സിന് അയച്ചു ഓക്കേ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 11 അപ്പോൾ ഇവിടെ എല്ലാവരും ഹോംവർക്ക് ഒന്ന് റൈറ്റ് ചെയ്തേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ 12 ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിക്കേ in a society library there are 398,456 old books the management decided at 67,876 new books. How many books will be there in the library? എന്താ പറയുന്നത് ഒരു സൊസൈറ്റി ലൈബ്രറി ഉണ്ട് അവിടെ എത്ര ബുക്കുകളാണ് ഉള്ളത് പഴയ ബുക്കുകൾ എത്രയാണ് ഉള്ളത് ഇപ്പോൾ ഉള്ളത് എത്രയാണ് 398,456 ബുക്സ് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ അവിടുത്തെ മാനേജ്മെന്റ് എന്ത് തീരുമാനിച്ചു the management decided at 67,876 new books ആ ബുക്കിലേക്ക് 67,876 ബുക്കും കൂടെ നൽകാനായിട്ട് അല്ലേ അതിനകത്തൊക്കെ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ how many books will be there in the library അങ്ങനെയാണെങ്കിൽ ലൈബ്രറിയിൽ എത്ര ബുക്സ്
കാട്ടിൽ എത്ര ബുക്സ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ എല്ലാവരും സ്റ്റെപ്പ് എടുത്തത് ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഏതൊക്കെയാണ് പറഞ്ഞത്? ക്വസ്റ്റ്യൻ നമ്പർ 11, ക്വസ്റ്റ്യൻ നമ്പർ 12, നെക്സ്റ്റ് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 16. എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ ടിക്ക് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ Mark has a book which contains 3205 pages. He has already read 1999 pages. How many pages are unread? എന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്കിന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, ആ ബുക്കിൽ എത്ര പേജസ് ആണുള്ളത്? 3205 പേജസ് ആണ് മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ബുക്കിൽ. ഓക്കെ, ആ ബുക്ക് നമ്മുടെ മാർക്ക് റീഡ് ചെയ്യും. എത്ര പേജസ് റീഡ് ചെയ്യുമെന്ന് പറയുന്നത്? 1999 പേജസ് നമ്മുടെ മാർക്ക് റീഡ് ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ മാർക്ക് റീഡ് ചെയ്യാനുള്ള പേജസ് അൺറീഡ് ചെയ്തിട്ടുള്ള പേജസിന്റെ എണ്ണമാണ്, അതായത് ഇനി വായിക്കാനുള്ള പേജസിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ പേജസിൽ നിന്നും റീഡ് ചെയ്ത പേജസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അൺറീഡ് പേജസിന്റെ നമ്പർ കിട്ടും അല്ലേ? ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നമ്പർ 11, ക്വസ്റ്റ്യൻ നമ്പർ 12, ക്വസ്റ്റ്യൻ നമ്പർ 16 സിമ്പിൾ അല്ലേ? എല്ലാവരും ഹോംവർക്ക് ആയിട്ട് സ്റ്റെപ്പ് എഴുതി ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1 ഉം 4 ടീച്ചർ ക്ലാസ് വർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കിൽ കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പൊ ചെയ്യുക എല്ലാവരും. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ടീച്ചർ പറഞ്ഞ ഹോംവർക്ക് എക്സസൈസ് 1.4, എക്സസൈസ് 1.5, പിന്നെയോ എക്സസൈസ് 1.6 ക്വസ്റ്റ്യൻ നമ്പർ 11, ക്വസ്റ്റ്യൻ നമ്പർ 12, ക്വസ്റ്റ്യൻ നമ്പർ 16 എല്ലാവരും ഹോംവർക്ക് നീറ്റായിട്ട് ഒക്കെ റൈറ്റ് ചെയ്ത് ടീച്ചർ അയച്ചോ. ഓക്കെ, ചെയ്യണോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിന് ചോദിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും പേജ് നമ്പർ 117 ഒന്ന് എടുത്തേ. നമ്മൾ റിവിഷൻ ചെയ്തിട്ടില്ലായിരുന്നോ? റിവിഷൻ നമ്മൾ എവിടെ നമ്പർ ചെയ്തു? ക്വസ്റ്റ്യൻ നമ്പർ 6 വരെ നമ്മൾ റിവിഷൻ ചെയ്തു അല്ലേ? ഡിവൈഡ് വരെ നമ്മൾ ചെയ്തു. നെക്സ്റ്റ് നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിക്കേ. List all the factors of the following numbers. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? റിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ളത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 7 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലിസ്റ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് റൈറ്റ് ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് അറിയാലോ ഫാക്ടേഴ്സ് റൈറ്റ് ചെയ്യാൻ, ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് റൈറ്റ് ചെയ്യാനായിട്ട് അറിയാം. F ക്വസ്റ്റ്യൻ F നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് നമ്മുടെ റിവിഷൻ എവിടെയാണ് റൈറ്റ് ചെയ്യുന്നത്? നോട്ട്ബുക്കിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അല്ലേ? അപ്പൊ അവിടെ എല്ലാവരും ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ചെയ്യുക. ടീച്ചർ ചെയ്ത് തരുന്നില്ല, നിങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചിരുന്നാൽ മതി, ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് നോക്കി ക്വസ്റ്റ്യൻ നമ്പർ 8. ഫൈൻഡ് ദ GCD ഓഫ് അല്ലേ? കുറച്ച് നമ്പേഴ്സ് ആണ്. എന്താണ് GCD? HCF കാണാനാണ് അല്ലേ? HCF LCM എല്ലാവരും തേർഡ് സ്റ്റാൻഡേർഡ് മുതലേ പഠിക്കുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ ടീച്ചർ ബോർഡിൽ ചെയ്ത് കാണിച്ചു തരാത്തത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഫൈൻഡ് ദ HCF കണ്ടുപിടിച്ച് റൈറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 9. ഫൈൻഡ് ദ LCM അല്ലേ? LCM കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അറിയാം, നിങ്ങൾക്ക് HCF കാണാൻ അറിയാം, LCM കാണാൻ അറിയാം, പിന്നെ എന്താണ് ഫാക്ടേഴ്സ് കാണാനായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 7, 8, 9 ഇത്രയും ക്വസ്റ്റ്യൻസും എല്ലാവരും റിവിഷൻ പാർട്ടായിട്ട് നേരെ ഹോംവർക്ക് ആയിട്ട് നോട്ട്ബുക്കിൽ ബാക്ക് സൈഡിൽ റൈറ്റ് ചെയ്യണം. ചെയ്യാനല്ലോ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനും LCM കാണാനും HCF കാണാനും. ഓക്കെ, അപ്പൊ അതും എല്ലാവരും ഹോംവർക്ക് ആയിട്ട് റൈറ്റ് ചെയ്ത് ടീച്ചർ അയച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ടീച്ചർ അയച്ചു. ഓക്കെ, താങ്ക് യു.